ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ, ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങളുടെ രാജാവ് സ്വർണം, ഓപ്ഷൻ എ സ്വർണ്ണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹിയിലാണ് നടന്നത്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ഇ.പി. രാജഗോപാലൻ, ഓപ്ഷൻ ഡി. കേരള സർക്കാരിൻ്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ജി.വി. രാജ അവാർഡ്, ഓപ്ഷൻ ബി ആണ്. 16ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9 ആണ്, ഓപ്ഷൻ ബി. രണ്ടാമതിനു ശേഷമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി. പ്രാചീന മലയാളമാരുടെ രചനയാണ്, ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഓപ്ഷൻ ഡി ഒഡീഷ. ഒഡീഷയിലുള്ള വ്യക്തിയാണ് ദ്രൗപദി മുർമു. മൊളാസിസ് തടം ബി, ഓപ്ഷൻ ബിയിലാണ് മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് മിസോറാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്കപാത ഓപ്ഷൻ ബി ആണ് വരുന്നതെങ്കിൽ അത് ക്യാൻസലേഷന് ചാൻസ് ഉണ്ട്. പീർപ്പാഞ്ചലാണ് ഇപ്പോഴത്തെ നിലവിലത്തെ, പക്ഷേ സാൻഡാൻഡനും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ക്യാൻസലായിരിക്കാനാണ് ചാൻസ്. ഓപ്ഷൻ 13, ക്വസ്റ്റ്യൻ 13 മണിക്കരനാണ്. ഇന്ത്യയിലെ വാതോർജ്ജ നിലയം മണിക്കരനാണ്, പക്ഷേ അത് ശരിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല, അതും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഹിമാലയത്തിലെ ലവണജല തടാകം, അതും ക്യാൻസൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. ലൂണാറാണ് വരുന്നത്, പക്ഷേ ലൂണാർ രാജസ്ഥാനിലാണ്, ഹിമാലയത്തിൽ വരുന്നില്ല. 15, പ്രാചീനകാലത്ത് ബംഗാളിലെ സോനാ താഴ്വരയും സിന്ധു താഴ്വരയും ബന്ധിപ്പിച്ചിരുന്ന പാത ഷാഹി പാതയാണ്, ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് ആണ്, ദിഗ്ബോയ്. ജലം നദീ വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭാവിച്ച തടാകം വൂളാർ, ഓപ്ഷൻ എ. സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സെയ്തു, ഓപ്ഷൻ ഡി. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം, ഓപ്ഷൻ ബി. 20, ഇന്ത്യൻ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകൾ, ഓപ്ഷൻ സി. ഏത് സത്യാഗ്രഹത്തിൻ്റെ പ്രചാരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം, ഓപ്ഷൻ സി. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് സമയമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്, ഓപ്ഷൻ ബി, 1857 സമരം. 23, ഡോക്ടർ കെ എൻ രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ്. തെറ്റായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, അത് രണ്ടുമാണ് തെറ്റ്, ഓപ്ഷൻ ഡി ആണ്. 24, ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് അരുൺ ആസഫലി, ഓപ്ഷൻ ബി. ബോംബെ പ്രളയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചാണ്. 1ഉം 3ഉമാണ് തെറ്റ്. വ്യവസായികളും സമരപരം ആസൂത്രണത്തിനെതിരായിരുന്നു, തെറ്റാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു, അതും തെറ്റാണ്, ഓപ്ഷൻ ബി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ക്യാപ്റ്റൻ ലക്ഷ്യയാണ്. INA നമ്മുടെ 2ാം ലോക മഹായുദ്ധത്തിൽ രൂപീകരിച്ചതാണ്, അപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്യയിൽ അംഗമല്ലായിരുന്നു, ഓപ്ഷൻ ബി. 27, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് ഖിദായി, ഓപ്ഷൻ സി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉമാണ്. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ഓപ്ഷൻ 29, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? 1ഉം 2ഉമാണ്. ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിൻ്റെ കരുത്തേക്ക് പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിൽ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു, അത് 2ഉമാണ് കറക്റ്റ് ആൻസേഴ്സ്. 30, ഓപ്ഷൻ താഴെ പറയുന്നതിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെ വിമർശകനായ വ്യക്തി ഓപ്ഷൻ സി ആണ്, എം വിശ്വേശ്വരയ്യയാണ്. 31, ചൂഷണത്തിൽ നിന്ന് മോചനം നേടാനുള്ള അവകാശങ്ങൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം നൽകുന്നു. അടിമത്തം തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിക്കൽ എന്നിവ നിരോധിക്കപ്പെടുന്നു. 2ഉം 4ഉമാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2ഉം 4ഉമാണ് കറക്റ്റ്. 32, ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം മൗലിക കടമകൾ ഏതൊക്കെയാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, എല്ലാതും മൗലിക കടമകളാണ്. ഭരണഘടനയുടെ ഭാഗം 4ൽ പ്രതിപാദിക്കുന്നത് മൗലിക കർത്തവ്യങ്ങൾ, ഓപ്ഷൻ ബി. വാദിക്കാനും ജയിക്കാനുമുള്ള അറിയാനും അറിയിക്കാനുമാണ്. ഇത് പറഞ്ഞ ഏത് സമ്മേളനം അതെവിടെ ചേർന്നതാണെന്നാണ് ചോദിച്ചിട്ടുണ്ട്? ആലുവയിൽ, ഓപ്ഷൻ സി ആണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനത്തിന്, ഓപ്ഷൻ ഡി. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെ? സിറ്റിസൺ ഫോർ ഡെമോക്രസി, ഓപ്ഷൻ 3 ആണ് ഉൾപ്പെടാത്തത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്ഥാനങ്ങൾ 3ഉം 4ഉമാണ് തെറ്റായ പ്രസ്ഥാനങ്ങൾ. കോടതി പരിഗണനയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടുന്നതാണ് പറഞ്ഞത്, തെറ്റാണ്. 150 രൂപയല്ല 250 രൂപയാണ്, അതും തെറ്റാണ് കേട്ടോ, ഓപ്ഷൻ സി. മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ 1, 2, 4 ശരിയാണ്. 3ാമത്തെ പ്രസ്ഥാനം മാത്രമാണ് തെറ്റ്, ഓപ്ഷൻ എ ആണ്, 1, 2, 4. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായർ, ഓപ്ഷൻ എ. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം തെന്മല. തട്ടേക്കാട് പക്ഷിക സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ, ഓപ്ഷൻ ബി. അഞ്ചുവണ്ണം എന്നാൽ വാണിജ്യ സംഘം, ഓപ്ഷൻ സി. മലയാള സിനിമയുടെ പിതാവ് GC ഡാനിയൽ, ഓപ്ഷൻ ഡി. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന, ഓപ്ഷൻ എ. പ്രാചീന തുറമുഖമായ മുസ്ലിസ് നദിയിലെ ഏത് സ്ഥലമാണ്? കൊടുങ്ങല്ലൂർ, ഓപ്ഷൻ ബി. തമിഴ്നാടിനെ കേരള ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട്, ഓപ്ഷൻ സി. അസമിൽ നടന്ന 79ാം സന്തോഷ് ട്രോഫി കിരീടം നേടിയത് സർവീസസ്, ഓപ്ഷൻ ബി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, ഓപ്ഷൻ സി. പള്ളിവാസൽ. സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ അയ്യങ്കാളി, ഓപ്ഷൻ സി. ആഴമേറു നിൻ മഹസ മാഴിയിൽ ഞങ്ങളാകവി ആഴണം വാഴണം നിത്യം വാഴണം സുഖം. ദൈവദശകമാണ്, ദൈവദശകം, ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ചട്ടമ്പി സ്വാമികൾ മാത്രമാണ് ശരിയത്, ഓപ്ഷൻ സി.
സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്ഥാനങ്ങൾ ശ്രീനാരായണ ഗുരു പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ അത് ചട്ടമ്പി സ്വാമികളുടെയാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റ്. 2ഉം 4ഉം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ഓപ്ഷൻ സി. കുളിച്ചൽ യുദ്ധത്തിന് ശേഷം വലിയ കപ്പിത്താനായി മാറിയത് ഡിലനോയ് ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവനകൾ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നിർണയവും വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. 59 താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത് മാവിലത്തോട് മണ്ണടി. ഓപ്ഷൻ 1ഉം 2 ആണ് തെറ്റ്. ഓപ്ഷൻ ഡി 1, 2. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഘടനാക്രമം ബി ആണ് ശരി. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം കല്ലേൽ പൂക്കുടൽ ഓപ്ഷൻ ബി ആണ്. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണ്ടലിനെയും സ്വാധീനിക്കുന്നത് ഓപ്ഷൻ സി മെലാട്ടോണിൻ. ഡോട്ട്സ് ക്ഷയത്തിൻ്റെ ചികിത്സയാണ്. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളമായ ടിഷ്യൂ മാതൃകളാണ് ഓർഗാനോയിഡ്. മലിനമായ മണ്ണ് ജലം വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതികവിദ്യ ബയോ റെമഡിയേഷനാണ് ഓപ്ഷൻ ഡി. ഭാഗ്യലക്ഷ്മി പയർ ഓപ്ഷൻ ബി. വായുമലിനീകരണം അളക്കുന്നതിന് അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും സഹായിക്കുന്ന പ്രതിരോധ സൂചകങ്ങൾ ലൈക്കനുകളാണ് ഓപ്ഷൻ എ. 68ൻ്റെ ഓപ്ഷൻ എ ശരിയാണ്. 6 തെറ്റാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞ കർഷകരും കൃത്രിമ പരാഗണം നടത്തുന്നുണ്ട്. അതാണ് ഓപ്ഷൻ എ ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്താവനകൾ ശ്രദ്ധാപൂർവ്വം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇതിൽ ഓപ്ഷൻ എയും ഡി ആണ് ശരി. ഓപ്ഷൻ എയും ഡിയും. മനുഷ്യ ശരീരത്തിൽ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഡി ആണ് ഓപ്ഷൻ ബി. പവറിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള വാട്ടിൻ്റെ കുതിരശക്തി = എത്ര വാട്ടാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി 746 ആണ്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആറ്റോമിക് മാസ് കൂടിയതുള്ളത് റേഡിയമാണ്. ഉത്കൃഷ്ടവാദങ്ങളല്ലാത്തത് സിലിക്കൺ ഓപ്ഷൻ സി. കലാമിൻ സിങ്കിൻ്റെ അയിലാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏത് ആവർത്തിയുള്ള ശബ്ദമാണ് മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ് ആണ് കേൾക്കാൻ സാധിക്കുന്നത്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യതമായുള്ള കാർബണിൻ്റെ ഐസോട്ടോപ്പ് കാർബൺ 12 ആണ് കേട്ടോ. വസ്തുക്കളുടെ സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലം ലഭിക്കുന്നത് സ്ഥിതികോർജ്ജം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന തവല 4°C. പ്രകൃതിദത്ത പോളിമർ സെല്ലുലോസ് ഓപ്ഷൻ ബി. ഖരവസ്തുക്കൾ ഉണ്ടാകുമ്പോൾ അവ നേരിട്ട് വാതകമായ പ്രക്രിയ ഉൽപ്പന്നം 80 ഓപ്ഷൻ എ ആണ്. മാത്സിൻ്റെ ഓപ്ഷൻസ് മാത്രം വായിക്കാം. 81 ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ എ. 83 ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ സി. 85 ഓപ്ഷൻ സി. 86 ഓപ്ഷൻ ബി. 87 ഓപ്ഷൻ സി. 88 ഓപ്ഷൻ ബി. 89 ഓപ്ഷൻ ഡി. 90 ഓപ്ഷൻ ബി. 91 ഓപ്ഷൻ ബി. 92 ഓപ്ഷൻ ഡി. 93 ഓപ്ഷൻ ബി. 94 ഓപ്ഷൻ എ. 95 ഓപ്ഷൻ സി. 96 ഓപ്ഷൻ ബി. 97 ഓപ്ഷൻ സി. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ എ. 100 ഓപ്ഷൻ സി.